നമസ്കാരം. കലൂർ ഡെന്നിസ് എഴുതി വിനയൻ സംവിധാനം ചെയ്ത 2002 ഇറങ്ങിയ ചിത്രമാണ് ഊമപ്പെണ്ണിന് ഉരിയാട പയ്യനെന്ന്. കാവ്യമാധവനും ജയസൂര്യയുമാണതിൽ അഭിനയിച്ചിട്ടുള്ളത്. സംസാരിക്കാൻ കഴിവില്ലാത്ത രണ്ടുപേരുടെ സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കഥ പറയുന്ന ഒരു സിനിമയാണ് ഊമപ്പെണ്ണിന് ഉരിയാട പയ്യൻ എന്നുള്ളത്. ഇന്നിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇതുവരെ ഊമപ്പെണ്ണുങ്ങളായിരുന്നവർ ഉരിയാടാൻ തുടങ്ങിയപ്പോൾ അന്ന് ഉരിയാടിക്കൊണ്ടിരുന്ന ആളുകൾ ഇന്ന് ഊമരായി മാറിയ കഥയാണ് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം പത്രങ്ങളിലൂടെയും മറ്റ് ചാനലുകളിലൂടെയും കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ താരസംഘടനയായ അമ്മയുടെ പ്രസിഡൻറ്റ് ഒളിച്ചോടി എന്നൊരു വാർത്തയുണ്ടായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നില്ല, ഇതേക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നില്ല, നേരിട്ട് സംസാരിക്കുന്നില്ല എന്നൊക്കെ ഒരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയെല്ലാം ഇന്ന് തീർന്നിരിക്കുകയാണ്. 3 മണിയോടുകൂടി അദ്ദേഹം തിരുവനന്തപുരത്ത് KCAയുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും തൻ്റെ അഭിപ്രായം പറയുകയും ചെയ്തു. അദ്ദേഹം ഈ KCAക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: വല്ലാത്ത ചോദ്യം ചോദിച്ചെന്നെ ബുദ്ധിമുട്ടിക്കരുത്, ഞാനൊരു പാവമാണ്, എനിക്കിങ്ങനെ ഒരു ശീലമില്ല, ഞാൻ പത്രസമ്മേളനമോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്ന ഒരു ശീലം എനിക്കില്ല, അതുകൊണ്ട് വല്ലാത്ത ചോദ്യം ചോദിച്ചെന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം 47 വർഷമായിട്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്. കഴിഞ്ഞ 25 വർഷമായിട്ട്, 25 വർഷം മുൻപാണ് അമ്മ എന്ന അസോസിയേഷൻ ആരംഭിച്ചതെന്നും ഈ അസോസിയേഷൻ ഇതൊരു ട്രേഡ് യൂണിയൻ പോലുള്ള സംഭവമല്ലെന്നും ഇത് ഒരു കുടുംബമാണെന്നും കുടുംബത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളതെന്നും ഇപ്പോൾ ഏതാണ്ട് 500ഓളം പേര് ഇതിൽ അംഗങ്ങളായിട്ടുണ്ടെന്നുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അത്തരം 500 പേരടങ്ങുന്ന ഒരു സംഘടന, ഒരു കുടുംബം എന്ന രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ആ കുടുംബത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കാറുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ സംഘടന വഴിയായിട്ട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് വയനാടിന് വേണ്ടി ഒരു മെഗാ ഷോ വരെ നടത്തിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നവരാണ്. അപ്പം അത്തരമുള്ള ഒരു സംഘടനയെ, അങ്ങനെ ഉള്ള നല്ലൊരു സംഘടനയെ നിങ്ങളായിട്ട് തകർക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതാണ്ട് ഈ മാധ്യമങ്ങളാണ് ഇവരെ തകർക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയോട് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അവസാനം അദ്ദേഹത്തിന് ഇതിനൊരു പരിഹാരം അദ്ദേഹം പറയുന്നില്ല, മറിച്ച് അദ്ദേഹം പറയുന്നത് ഇത് നമ്മളെല്ലാവരും കൂടി പരിഹരിക്കണമെന്നാണ് പറയുന്നത്. ഈ അമ്മ മാത്രമല്ല ഇതിനകത്ത് ഉള്ളത്, അമ്മയെപ്പോലുള്ള മറ്റ് ഏതാണ്ട് 21ഓളം സംഘടനകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്, ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അത്തരം യൂണിറ്റുകളെയും കൂടി വിളിച്ചുകൂട്ടി അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ മാധ്യമക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ വന്ന് മാധ്യമക്കാരുടെ ജോലിയായിട്ട് മാറിയിരിക്കുന്ന രീതിയാണ്. അപ്പോൾ ലാലേട്ടൻ ഉരിയാടാൻ വന്നത് ഒറ്റ കാര്യമാണ്: വല്ലാത്ത ചോദ്യം ചോദിച്ചെന്നെ ബുദ്ധിമുട്ടിക്കരുത്, പിന്നെ ഇത് തകർക്കരുത്, ഈ സിനിമാ വ്യവസായത്തെ തകർക്കരുത്, പിന്നെ ഞാനൊരു പാവമാണ്, എനിക്ക് ഈ വക കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയില്ല. അതായത് പവർ ഗ്രൂപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പവർ ഗ്രൂപ്പിനെ കുറിച്ചൊന്നും അറിയത്തില്ല, താൻ അതിലെ ആളല്ല. പിന്നെ അങ്ങനെ ഈ ഇപ്പോൾ പറയുന്ന പ്രശ്നങ്ങളൊന്നും പാവം ലാലേട്ടന് അറിയത്തില്ല. നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി ഒരുപാട്. കാരണം ലാലേട്ടൻ ഇതെല്ലാം അറിയാമെന്നുള്ള ചിന്തയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. പക്ഷേ പാവം ലാലേട്ടൻ ഇതൊന്നും ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് പോലും പുള്ളിക്ക് പാവത്തിന് അറിയത്തില്ല. ഇവിടെ നടക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒന്നും അറിയത്തില്ല. പാവം ഒത്തിരി സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് ദൂരയാത്ര ചെയ്ത് ഗുജറാത്ത്, ബോംബെ അവിടെയൊക്കെ ചുറ്റി സഞ്ചരിച്ച്, ചെന്നൈയൊക്കെ ചുറ്റി സഞ്ചരിച്ച് തിരിച്ചെത്തിയപ്പോഴാണ് ഈ സംഭവങ്ങൾ അറിയുന്നത്. ഏതാണ്ട് 47 വർഷമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ലാലേട്ടൻ ഇതാ തുടർന്നും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു.